ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും നമസ്കാരം. ഈ എമ്പുരാന്റെ തിരക്കുകൾക്കിടയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്ന് തോന്നുന്നതിൽ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ തമ്പനയിലുള്ളത് ഞാൻ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞ കാര്യമല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ആവുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ എന്തായാലും. ഈ രണ്ടാമൂഴം എന്ന് പറഞ്ഞ സിനിമ കുറെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മളത് ലാലേട്ടൻ ചെയ്യാനിരുന്ന സിനിമയാണ്. നമുക്കറിയാം, ശ്രീകുമാർ മേനോൻ എന്ന് പറഞ്ഞ ഡയറക്ടർ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുക. പിന്നെ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് MT വാസുദേവൻ നായർ തിരിച്ച് സ്ക്രിപ്റ്റ് വാങ്ങുകയും ഇപ്പം MT വാസുദേവൻ നമ്മുടെ കൂടെ ഇല്ല. സോ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് രണ്ടാം മൂഴം എന്ന സിനിമയ്ക്ക് ഇത്ര പ്രാധാന്യമെന്നും ഞാനത് അതിലെ ഭീമനായിട്ട് ലാലേട്ടനെ കാണാൻ ഇത്രയധികം ഞാൻ ആഗ്രഹിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, രണ്ടാം മൂഴം എന്ന നോവൽ വായിച്ച ഒരാളെന്നിരിക്കെ നമ്മൾ ആ നോവൽ വായിക്കുമ്പോൾ അതിലെ ഭീമനെ ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു വലിയ നമ്മൾ സിനിമ സെൻസിൽ പറയുമ്പോൾ വലിയൊരു ഹീറോ ആയിട്ട് ഒരു മാസ് കഥാപാത്രമായിട്ട് അതിന്റെ കൂടെ തന്നെ ഒരു ഭയങ്കര ക്ലാസ് ആയിട്ടുള്ള കഥാപാത്രമായിട്ട് നമ്മളത് ലാലേട്ടനെ വെച്ച് തന്നെ സങ്കല്പിക്കും നമ്മളത് വായിക്കുമ്പോൾ. ഓൾറെഡി പണ്ട് മുതലേ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് MT വാസുദേവൻ നായരുടെ ഭീമനായിട്ട് ലാലേട്ടൻ വരണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് കുറെ വർഷങ്ങളായിട്ട് എല്ലാവരുടെ മനസ്സിലുള്ള കാര്യമാണ്. അതിനിടയ്ക്കാണ് നമ്മളത് സംഭവിക്കാൻ പോകുന്ന അറിഞ്ഞതും പിന്നീട് അത് കയ്യിൽ നിന്ന് വഴുതിപ്പോയതും. MTയുടെ ഭീമനായിട്ട് നമുക്ക് ലാലേട്ടനെ അല്ലാതെ വേറൊരാളെ സങ്കല്പിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടന്റെ ഫിലിം കരിയറിൽ ഏറ്റവും ബെസ്റ്റ്, അതായത് ഏതൊക്കെ കഥാപാത്രങ്ങൾ ഇതുവരെ അദ്ദേഹം ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല നമുക്കറിയാം. എന്നാലും രണ്ടാമത്തെ ഭീമനായിട്ട് ലാലേട്ടൻ വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നമ്മൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. ചില ആസ് എൻ ആക്ടർ നമ്മളിപ്പോ എന്ത് ചെയ്യുമ്പോഴും അതിലൊരു ഫുൾഫിൽമെന്റ്, ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ പോലെ ലാലേട്ടൻ ആസ് എൻ ആക്ടർ ഈ രണ്ടാമൂഴത്തിലെ ഭീമനായിട്ട് അദ്ദേഹം വന്നാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഈ ഒരു ലൈഫ് ഒരു ആസ് എൻ ആക്ടർ ഈ ലൈഫിൽ ഒരു ഫുൾഫിൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുക, ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ആ റോൾ ചെയ്തത്. കാരണം അത്ര ഗംഭീരമാണ് ആ റോൾ, അത്ര ഗംഭീരമാണ് ആ ക്യാരക്ടർ. അത് മോഹൻലാൽ എന്ന നടന് മാത്രമേ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കത് വായിച്ചാൽ മനസ്സിലാവും. നോവൽ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മൂമെന്റ്സ് അതിലുണ്ട്. കാരണം ഇത് നമ്മൾ പലരും പ്രഭാസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് പ്രഭാസിന് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടർ അല്ല MTയുടെ രണ്ടാമൂഴത്തിലെ ഭീമൻ. അഭിനയ സാധ്യത അത്രത്തോളം ഉള്ളൊരു ക്യാരക്ടറാണ്. അതിൽ ഒരുപാട് മൂമെന്റ്സ് ഉണ്ട്. അത് നമ്മളത് വായിക്കുമ്പോൾ മോഹൻലാൽ പറഞ്ഞ ആക്ടർ അല്ലാതെ നമ്മൾ മൈൻഡിലേക്ക് ഒരാൾ വരില്ല. കാരണം മാസും ക്ലാസും അടങ്ങിയ ഒരുപാട് സീനുകൾ അതിലുണ്ട്. സോ അതെന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ലാലേട്ടനെ ചെയ്യാൻ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈയിടെ നമ്മുടെ MT വാസുദേവൻ നായർ നമ്മൾ വിട്ടു പോയതിനു ശേഷമൊക്കെ അദ്ദേഹത്തിന്റെ മകള് കൊടുത്തൊരു ഇന്റർവ്യൂല് അദ്ദേഹത്തിന്റെ മകൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതായത് തുടരെ നടക്കുമെന്നും വെരി സൂൺ അതിന് ഒരു അനൗൺസ്മെന്റ് വരുമെന്നൊക്കെ രീതിയിൽ MT വാസുദേവൻ നായരുടെ മകള് സംസാരിച്ചിരുന്നുണ്ട്. അപ്പോഴും നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ്, ആരാണ് അത് ചെയ്യാൻ പോകുന്നത്, ഇനി ലാലേട്ടൻ തന്നെ ഭീമനായിട്ട് കാണുമോ, അങ്ങനെയുള്ള ഒരുപാട്. കാരണം ചിലർ പറയുന്നു രാജമൗലി അത് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ മണിരത്നമായി ചെയ്യാൻ പോകുന്ന ഒരുപാട് ന്യൂസുകളും റൂമേഴ്സും ഒക്കെ ഇങ്ങനെ ഉണ്ട്. പക്ഷെ അത് ഉടനെ നടക്കും, അതിനൊരു അനൗൺസ്മെന്റ് ഉണ്ടാവുമെന്ന് MT വാസുദേവന്റെ മകള് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസ്ഥയിലാണ് എനിക്ക് സത്യത്തില് എമ്പുരാന്റെ ട്രെയിലർ കാണുന്നതിനൊക്കെ മുന്നേ, അല്ലെങ്കിൽ ലൂസിഫർ ഇറങ്ങിയതിന് ശേഷം പോലും ഞാൻ എന്റെ വീഡിയോയിൽ അത് സൂചിപ്പിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനത് മനസ്സിൽ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് വെറും ലൂസിഫർ കണ്ട ആ ഒരു നമ്മൾ ആ ഒരു സംവിധായകനെ, പൃഥ്വിരാജിന്റെ സംവിധായകനെ അപ്പോളെ അനലൈസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ രണ്ടാമൂഴം ഒക്കെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് അന്ന് ലൂസിഫർ കണ്ടപ്പോൾ പോലും എനിക്ക് മനസ്സിൽ ഫീൽ ചെയ്തിരുന്നു. ഞാൻ എന്റെ ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നതൊക്കെ. എമ്പുരാന്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയൊരു കാര്യം ഇതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അത് ആദ്യം എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ഇത്ര ഗ്രാൻഡ് ആയിട്ട് ഒരു സിനിമ എടുക്കാൻ പറ്റുന്ന പൃഥ്വിരാജിന് രണ്ടാം പൂഴം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് അത് സിനിമയാക്കാൻ പൃഥ്വിരാജ് ഭയങ്കര ക്യാപ്പബിൾ ആണ് അതിനുള്ള ഒരു തോന്നൽ എനിക്ക് എമ്പുരാൻ എന്ന് പറഞ്ഞ ട്രെയിലർ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ കൂടെ പോയിരുന്നു. അതിനുള്ള പൊട്ടൻഷ്യൽ ഉറപ്പായിട്ട് പൃഥ്വിരാജിന് നോ ഡൗട്ട് ആണ്, ഒരു സംശയം അതിന് വേണ്ട. പൃഥ്വിരാജ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു വെച്ചിരിക്കുന്ന പൃഥ്വിരാജിന് രണ്ടാം മൂഴം എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് വളരെ ഈസി ആയിട്ട് സിനിമയാക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാക്കാൻ പറ്റും. പൃഥ്വിരാജ് അത് ചെയ്യുമ്പോൾ ലാലേട്ടനായിരിക്കും ഭീമൻ എന്ന് എനിക്ക് 100% ഉറപ്പാണ്. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് പൃഥ്വിരാജ് ആ സിനിമ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ മനസ്സിൽ ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പൊ റീസെന്റ് ഇന്നലെ ഒരു വീഡിയോ, അതായത് മുംബൈയിൽ പോയിട്ട് ഇവര് പ്രസ് മീറ്റ് കൊടുത്തപ്പം അതിലും കൂടി ഇതിന് റിലേറ്റ് ചെയ്യുന്ന, ഇതിന് സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ എനിക്ക് പറയാൻ, നിങ്ങളെ ഷെയർ ചെയ്യാൻ തോന്നിയ ഒരു വീഡിയോന്റെ ചെറിയ ക്ലിപ്പ് എനിക്ക് കിട്ടി. അപ്പൊ അതും കൂടി കണ്ടപ്പോൾ ആണ് അതിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് പോലും ഞാൻ ചിന്തിച്ചത്. സോ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. നമുക്കൊന്ന് ആ വീഡിയോ ആദ്യം കണ്ടോക്കാം. So my question to Prithviraj, if you ever in the future as a director, would you be interested in doing a historical epic? Yes. Brilliant. And സംഭവത്തിലുള്ള ഒരു ചെറിയ ക്ലിപ്പാണ്.
ആ സുഹൃത്ത് ചോദിച്ചത് ഇത്രേ ഉള്ളൂ, എപ്പോഴെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ എപ്പിക്ക് ചെയ്യുമോ എന്ന്. അപ്പം പൃഥ്വിരാജ് ലാലേട്ടൻ നോക്കിയതും അവർ തമ്മിലൊരു ഒരു ഇന്ററാക്ഷനും അതിനുശേഷം യെസ് എന്ന് പറഞ്ഞതും ആ ഇന്റർവ്യൂ ഫുള്ള് ഞാൻ കണ്ടതാണ്. ആ മൊമെന്റിൽ അത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം എന്റെ മനസ്സിൽ വന്നത് ഈ രണ്ടാം വാഴ എന്ന് പറഞ്ഞ സിനിമയാണ്. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നിയത്, പലർക്കും തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഷോർട്സ് ആയിട്ട് ആ ഒരു വീഡിയോ വരാൻ കാരണം. ആ ഒരു വീഡിയോ ആണ് സത്യത്തില്, ആ ഒരു ചോദ്യമാണ് സത്യത്തില് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും എനിക്ക് തോന്നിയ കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ള കാരണം. അപ്പം ഇതില് അവരുടെ ഒരു ജസ്റ്റ് ഒരു ഇന്ററാക്ഷനിൽ ആ ഒരു ചോദ്യം കേട്ടിട്ട് പൃഥ്വിരാജ് ലാലേട്ടനെ നോക്കി ആ ഒരു ഇന്ററാക്ഷനിൽ എനിക്ക് തോന്നുകയാണ് അങ്ങനെ ഒരു ചിന്ത അവർക്കുള്ളിൽ ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ പെമ്പുരാൻ ട്രെയിലർ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അത് പൃഥ്വിരാജിനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് ഇനി ഒരു ഡൗട്ടിന്റെ ആവശ്യമില്ല. നമ്മൾ എമ്പുരാൻ ട്രെയിലർ കണ്ടതാണ്. എമ്പുരാൻ എന്ന സിനിമയെ പറ്റി നമ്മൾ അറിയാം നമുക്ക്. സോ അതും നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ എം.ടി. വാസുദേവൻ നായരുടെ മക്കള് പറഞ്ഞ ഞങ്ങൾ ഉടനെ തന്നെ അനൗൺസ് ചെയ്യും, അത് ഉറപ്പായിട്ടും അതുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു ക്ലിപ്പ്. സോ അതും ഇതും കൂടിയൊക്കെ ഒരുമിച്ച് ചേർത്ത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് മേ ബി ഫ്യൂച്ചറിൽ ഒരു നിയർ ഫ്യൂച്ചറിൽ നമ്മൾ ഒരു അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് വരിക? കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. ലാലേട്ടൻ സിനിമാ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് റോള് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാനുള്ള ഏറ്റവും വലിയ റോൾ, ഏറ്റവും ബെസ്റ്റ് റോളാണ് രണ്ടാമൂഴത്തിൽ ലഭിക്കുന്നത്. സോ അത് ലാലേട്ടൻ അല്ലാതെ വേറെ ആളും സങ്കല്പിക്കാൻ പറ്റുന്നില്ല. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്ന അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ഒന്ന് കമന്റിൽ അറിയിക്കാം. എമ്പുരാൻ ഇടയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കണ്ടന്റ് റെലവെന്റ് ആയിട്ട് തോന്നിയില്ലെങ്കിൽ അതും അറിയിക്കുക. എനിക്ക് എമ്പുരാന്റെ തിരക്കുകൾക്കിടയിൽ ജസ്റ്റ് പെട്ടെന്ന് തോന്നിയപ്പം ഈ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.